ഹലോ, വെൽക്കം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് മാത്സിലെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയിലെ ഒന്ന് രണ്ട് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് ആക്കേണ്ട അങ്ങനത്തെ 2-3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ടാൻ ഇൻവേഴ്സ് റൂട്ട് 1 മൈനസ് കോസ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് കോസ് എക്സ്. ഇതിനെ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് എഴുതാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് എഴുതാൻ നമ്മൾ ആലോചിക്കണം. ഇതിനെ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് എഴുതണമെങ്കിൽ ഇത് ടാൻ ഇൻവേഴ്സ് ഈ ഒരു സാധനം ഇല്ലേ, ഇത്രയും സാധനം എന്തായിരിക്കണം, ടാൻ ആയി മാറണം. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് എഴുതാൻ വേണ്ടി സാധിക്കും. സോ നമുക്ക് ഇത്രയും സാധനം നമുക്ക് എങ്ങനെ ടാൻ ആക്കി മാറ്റാം നമ്മൾ ആലോചിക്കാം. അപ്പൊ നമുക്കിങ്ങനെ നോക്കുമ്പോൾ ഇതിനെ നമുക്ക് ഒരു ഇക്വേഷനിലോട്ട് മാറ്റാൻ പറ്റും, ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമുക്ക് ഇത് രണ്ടിന്റെ ഫസ്റ്റ് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ടാൻ ഇൻവേഴ്സ് 1 മൈനസ് കോസ് എക്സ്, റൂട്ട് അങ്ങനെ തന്നെയുണ്ട്. 1 മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്നാണ്. നമുക്കറിയാം കോസ് എക്സിന് കോസ് 2x നമുക്ക് കുറെ ഇക്വേഷൻസ് ഉണ്ട്. അതിൽ 2-3 ഇക്വേഷൻസ് നമുക്ക് ആവശ്യമുണ്ട്. ഒന്ന് 2 cos സ്ക്വയർ എക്സ് മൈനസ് 1, പിന്നെ 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ്. ഈ രണ്ടെണ്ണത്തിന് നമുക്കൊന്ന് മോഡിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു ഇക്വേഷൻ കിട്ടും. ഇതിനൊന്ന് മോഡിഫൈ ചെയ്യുക. ഇവിടെ 2x അല്ലേ ഉള്ളത്, നമുക്ക് ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്, എക്സ് ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടുത്തെ എക്സ് എന്തായി മാറും, ഇത് എക്സ് ആക്കുമ്പോൾ അതായത് കോസ് എക്സ് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ എക്സ് ബൈ 2 ആയിട്ട് മാറും. 2x വരുമ്പോൾ അവിടെ എക്സ് വരും. അപ്പൊ ഒരു എക്സ് ആണെങ്കിൽ എന്തായിരിക്കും, അവിടെ എക്സ് ബൈ 2 ആയിരിക്കും. സോ അവിടെ എക്സ് ബൈ 2 ആയിട്ട് മാറ്റുന്നു, ബൈ 2 മൈനസ് 1. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ നമ്മൾ എക്സ് ബൈ 2 ആയിട്ട് മാറ്റും. നമുക്കിപ്പോ കോസ് എക്സ് കിട്ടി. ഈ മൈനസ് 1നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താവും, പ്ലസ് 1 ആവും. അപ്പൊ 1 പ്ലസ് കോസ് എക്സിന്റെ ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടി. 1 പ്ലസ് കോസ് എക്സ് കിട്ടിയല്ലോ. അതുപോലെ തന്നെ ഈ മൈനസ് 2 സ്ക്വയർ എക്സ് ബൈ 2നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അത് പ്ലസ് ആയിട്ട് മാറും. അപ്പൊ നമുക്ക് അടുത്ത ഇക്വേഷൻ കിട്ടി, 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. ഇവിടെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്, പ്ലസ് കോസ് എക്സ്, അങ്ങോട്ട് പോകുമ്പോൾ എന്തായി മാറും, മൈനസ് കോസ് എക്സ്. അപ്പൊ നമുക്ക് മൈനസ് കോസ് എക്സിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടി, പ്ലസ് കോസ് എക്സിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടി. ഇത് ഞാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനകത്തോട്ടേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ആൻസറിലോട്ട് എത്താൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇവിടെ 1 മൈനസ് കോസ് എക്സ് ഉണ്ടല്ലോ, അപ്പൊ 1 മൈനസ് കോസ് എക്സിന് നമ്മൾ ഈ ഒരു വാല്യൂ കൊടുക്കും, 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് കൊടുക്കും. അതുപോലെ 1 പ്ലസ് കോസ് എക്സിന് നമ്മൾ 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 എന്നുള്ള വാല്യൂ കൊടുക്കും. ഓക്കെ, ഈ മേളിലും 2 കോമൺ, താഴെയും 2 കോമൺ. അപ്പൊ ഈ 2 നമ്മൾ വെട്ടി. ബാക്കി ടാൻ ഇൻവേഴ്സ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2ന് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സൈൻ എക്സ് ബൈ 2. ഇപ്പൊ നമുക്കറിയാൻ വേണ്ടി സാധിക്കും, റൂട്ട് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ആണ്. റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആയിപ്പോ എക്സ് ആണ്. അതുപോലെ സൈൻ സ്ക്വയർ എക്സ് ബൈ 2ന്റെ റൂട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, സൈൻ എക്സ് ബൈ 2 ആയിരിക്കും. അപ്പം അതുപോലെ നമ്മൾ ഇവിടെ എഴുതി സൈൻ എക്സ് ബൈ 2 എന്ന് എഴുതി. അതുപോലെ തന്നെ കോസ് സ്ക്വയർ എക്സ് ബൈ 2ന്റെ റൂട്ട് ഇതെന്തായിരിക്കും, റൂട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കോസ് എക്സ് ബൈ 2 ആയിരിക്കും. കോസ് എക്സ് ബൈ 2 എന്ന് എഴുതി. സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടാൻ. അപ്പൊ നമുക്ക് ഇതിനുള്ള ടാൻ എന്ന് കിട്ടി. അപ്പൊ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് ബൈ 2 എന്ന് കിട്ടി. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും പറഞ്ഞാല് അത് എക്സ് തന്നെയാണ്. അതായത് നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്, എക്സ് തന്നെയാണ് നമുക്കറിയാം. അതുപോലെ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ബൈ 2 ആണ്. അപ്പൊ ഇതിന്റെ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എക്സ് ബൈ 2 ആയിരിക്കും. ഇതാണ് ഫൈനൽ ആൻസർ. നമ്മളിവിടെ ആകെ നമുക്ക് 2 ഇക്വേഷൻ, ഈ 2 ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ വർഷം ട്രിഗ്നോമെട്രിയിൽ പഠിച്ച ഇക്വേഷൻ ആണ്. ഈ 2 ഇക്വേഷൻ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സാധിക്കും, ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, ടാൻ ഇൻവേഴ്സ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. ഇതിനെ നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് ആക്കണം. അപ്പം ഈ ഒരു ബോക്സിന് ഉള്ളിൽ ഉള്ളത് മുഴുവൻ ടാൻ ആയി കഴിഞ്ഞാൽ അത് നമുക്ക് സിംപ്ലസ്റ്റ് ഫോമിലോട്ട് മാറ്റാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമുക്ക് ഈ ബോക്സിനുള്ളിൽ മുഴുവൻ ടാൻ ആക്കണം. നമ്മൾ നോക്കി കഴിയുമ്പം
നമുക്ക് ഇതിലുള്ള ഓരോ ടേമിനെയും കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. എന്താ കിട്ടുന്നത്? കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ ഇത് 1 ആയിപ്പോവും, ഇത് ടാൻ ആയിപ്പോവും, ഇത് 1 ആകും, ഇത് ടാനാ. അപ്പൊ ടാനിന്റെ എന്തൊരു ടേം അതിന്റെ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്കത് ചെയ്ത് നോക്കാം. ടാൻ ഇൻവേഴ്സ് cos x by cos x minus sin x by cos x whole divided by cos x by cos x plus sin x by cos x. Okay, cos x and cos x എന്തായി മാറും? 1 ആയി പോകും. So tan inverse cos x and cos x 1 ആയി പോകും. 1 minus sin x ഉം cos x എന്തായി പോകും? sin by cos എന്താണ്? tan ആണ്. അപ്പൊ tan x ആവും. tan x divided by cos x and cos x 1 ആയി പോകും. sin x ഇത് tan ആണ്. അപ്പം 1 plus tan x 1 minus tan x divided by 1 plus tan x. ഈ ഇക്വേഷൻ എവിടെയെങ്കിലും ഓർക്കുന്നുണ്ടോ നോക്കി? 1 minus tan x divided by 1 plus tan x. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംപിളി tan pi minus x ആണ്. tan pi minus x ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ tan pi minus x ആണ്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചാണ്. അതായത് 1 minus tan x divided by 1 plus tan x എന്ന് പറയുന്നത് tan pi minus theta എന്നോ x എന്നോ അങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം x അതുപോലെ തന്നെ 1 plus tan x divided by 1 minus tan x എന്ന് പറയുന്നത് tan pi by 4 plus theta ആയിരിക്കും. ഫസ്റ്റ് വൺ tan ഇവിടെ മേളിൽ മൈനസ് വന്നതാണ് tan pi by 4 minus theta. ഇവിടെ മേളിൽ പ്ലസ് വന്നതാണ് tan pi by 4 plus theta. അപ്പൊ ഇതെന്തായിരിക്കും? മാറി ടാനിന്റെ ഒരു ടേമിനുള്ളിലോട്ട് നമുക്ക് കിട്ടിയല്ലോ. അപ്പൊ എന്താ നമുക്ക് എഴുതാം? tan inverse of tan pi by 4 minus x അല്ലെങ്കിൽ തീറ്റ. ഓക്കെ, tan inverse of tan എന്ന് പറഞ്ഞാൽ tan inverse of tan x, ഇത് നമ്മൾ x ആയിട്ട് കൺസിഡർ ചെയ്ത് എന്തായിരിക്കും? tan x തന്നെയാണ്. അപ്പൊ tan inverse of tan pi by 4 minus x എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സിംപ്ലി അത് എന്ത് തന്നെയാണ്? pi by 4 minus x തന്നെയാണ്. കിട്ടില്ല. അപ്പൊ നമുക്ക് ആകെ ഇവിടെ അറിയുന്നത് എന്താണ്? നമ്മൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്? കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത്. ഇങ്ങനത്തെ പ്രോബ്ലത്തിലൊക്കെ മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ഉള്ളിലുള്ള സാധനത്തെ ഒരു ടാനിന്റെ എന്തെങ്കിലും ഒരു ഫോർമുലയിലോട്ട് നമുക്ക് കിട്ടും. അപ്പൊ ആ ടാനിന്റെ ഫോർമുല കിട്ടി. ഇനി ഈ ഫോർമുലയിൽ എന്ത് ചെയ്യുന്നു? ഇതിന്റെ ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നു, അതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നു. അങ്ങനെ ടാനിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടി. അങ്ങനെ ഫൈനലായിട്ട് നമുക്ക് എന്ത് കിട്ടി? pi by 4 minus x എന്ന് കിട്ടി. Hope you guys understand this video. Thank you for watching.